ദിവസവും പ്രാർത്ഥന മാർപ്പാപ്പയുടെ കാലശേഷം അത് മാർപ്പാപ്പയുടെ കബറടക്കം എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ വത്തിക്കാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിനുശേഷം അടുത്ത 9 ദിവസം അനുസ്മരണ പ്രാർത്ഥനകളായിരിക്കും. അതിനുശേഷമായിരിക്കും പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ കബറട ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഷെഡ്യൂളുകളും കാര്യങ്ങളും വത്തിക്കാൻ അല്പസമയം പുറത്തുവിടും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാളിദാസൻ. ശരി ലോറൻസ്, സഭയ്ക്കകത്തേക്ക് ടോർച്ചടിച്ചയാൾ അല്ലെങ്കിൽ സഭയ്ക്കകത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാർപ്പാപ്പ കൂടിയാണ് ഇപ്പോൾ നിത്യത പൂണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രീയത്തിലും മാർപ്പാപ്പയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമായിരുന്നു. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അയവ് വരാൻ വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഇപ്പോൾ കാലം പൂകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോറൻസ് തുടരുന്നുണ്ട്. ലോറൻസ്, ഈ സഭയ്ക്കുള്ളിൽ വലിയ രീതിയിൽ കർശന നടപടികളും അല്ലെങ്കിൽ അച്ചടക്ക നടപടികളും ഒക്കെ സ്വീകരിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒട്ടും മടിയില്ലായിരുന്നു. കാളിദാസൻ, ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു വയ്ക്കുക. പക്ഷേ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ്. മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ അത് ലോകം കാതോർക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം വത്തിക്കാൻ കോട്ടയിലെ ഏകാന്തതയിലിരിക്കുന്ന ഈ മാർപ്പാപ്പ, അതായത് റൈൻ നദിയുടെ സംഗീതം കേട്ട് ഉണരുകയും അതോടൊപ്പം തന്നെ ബിതോവൻ്റെ സംഗീതം ആസ്വദിക്കുകയും ചെയ്യുന്ന ഈ മാർപ്പാപ്പ, അദ്ദേഹം ലോകത്തോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ മാർപ്പാപ്പമാർ ലോകത്തോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ലോകം കാതോർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ധാർമ്മികതയുടെ പ്രതീകമാണ്. ലോകത്തിൻ്റെ ധാർമ്മികതയുടെ ശബ്ദമാണ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ അടുത്ത കാലത്തെല്ലാം ഉയർന്നു കേട്ടത് ഇസ്രായേലിലെ ഗാസയിൽ അമേരിക്കയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയെ അദ്ദേഹം അപലപിച്ചു. കൊലപാതകവും കൂട്ടക്കൊലയും ഒന്നിനും പരിഹാരമല്ല, സമാധാനത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ ഈസ്റ്റർ സന്ദേശത്തിലും അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്, സമാധാനത്തിലേക്ക് മടങ്ങുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തെ അദ്ദേഹം വിമർശിച്ചു യുദ്ധത്തെ യുക്രൈനിൽ റഷ്യയുടെ നേതൃത്വം റഷ്യ നടത്തുന്ന കൂട്ടക്കുരുതിയെ അദ്ദേഹം വിമർശിച്ചു. പുടിൻ ഉൾപ്പെടെയുള്ള ആളുകളോട് സമാധാനത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതോടൊപ്പം തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ 2 സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം അമേരിക്കയിലെ കത്തോലിക്കരോട് ആവശ്യപ്പെട്ടു. കാരണം ഇവരെല്ലാം തന്നെ നൃശംസതയുടെ വക്താക്കളാണ്, ഇവർ മനുഷ്യർക്കെതിരാണ്, ഇവർ മനുഷ്യരാശിക്കെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ് ഇവർ എന്ന് ഈ അമേരിക്കയുടെ 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഇവർ മനുഷ്യത്വത്തിനെതിരാണ്, ഇവർ ആരധികാരത്തിൽ വന്നാലും ഇവർ മനുഷ്യനെ അല്ല ഇവർ സഹായിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വേവലാതികളോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പോരായ്മയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നന്മയെക്കുറിച്ചല്ല ഈ അമേരിക്കൻ പ്രസിഡന്റുമാരായ 2 സ്ഥാനാർത്ഥികളുടെയും കാഴ്ചപ്പാടുകൾ മനുഷ്യത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഇവർക്ക് 2 കൂട്ടർക്കും വോട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. നന്മയെ തിരഞ്ഞെടുക്കുക, ഏതാണോ മോശം, ഏറ്റവും മോശം ഏതാണോ ഈവിൾ, ഏതാണോ ഏറ്റവും ചീത്ത ഘടകം ഏതാണോ അതിനെ നിങ്ങൾ തള്ളിക്കളയുക, നന്മയെ തിരഞ്ഞെടുക്കുക. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നന്മയെ തിരഞ്ഞെടുക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിരിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. ഈ കഴിഞ്ഞ ഈസ്റ്റർ സന്ദേശത്തിലും അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം സഭയിലെ ദുർബലരായ മനുഷ്യരെയും സഭ തള്ളിക്കളഞ്ഞ മനുഷ്യരെയും ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഈ പോപ്പ് അറിയപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേരിലായിരിക്കും. മാത്രമല്ല കാളിദാസൻ, നമ്മൾ എന്താണ് പോപ്പിൻ്റെ പദവി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. പോപ്പിന് പല പദവികളാണ്. അദ്ദേഹം 140 ഇപ്പോൾ കത്തോലിക്കരുടെ ലോക ജനസംഖ്യ ഇപ്പോൾ 140 കോടിയാണ്. അദ്ദേഹം 140 കോടി ജനങ്ങളുടെ 140 കോടി കത്തോലിക്കരുടെ കമാൻഡർ ഇൻ ചീഫാണ്. പോപ്പിൻ്റെ തീട്ടൂരത്തിന് എതിർപ്പില്ല, അല്ലെങ്കിൽ പോപ്പിൻ്റെ തീട്ടൂരത്തെ കത്തോലിക്ക സഭയിൽ ആരും എതിർക്കില്ല. അതാണ് അദ്ദേഹം 140 കോടി കത്തോലിക്കരുടെ കമാൻഡർ ഇൻ ചീഫാണ്. മാത്രമല്ല അദ്ദേഹം വത്തിക്കാൻ സ്റ്റേറ്റിൻ്റെ തലവനാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പോപ്പിനെക്കുറിച്ച് പറയുക, അദ്ദേഹം സൈന്യങ്ങളില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ തലവനാണ് മാർപ്പാപ്പ. അദ്ദേഹം വത്തിക്കാൻ രാഷ്ട്രത്തിന് സൈന്യങ്ങളില്ല. കാരണം പോപ്പിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ എന്ന് പറഞ്ഞാൽ സ്വിസ് ഗാർഡുകളാണ്. കുതിരപ്പുറത്ത് കുന്തവുമായി സഞ്ചരിക്കുന്ന ഒരു ചെറിയൊരു സൈന്യമാണ് ഈ പോപ്പിനുള്ളത്. വത്തിക്കാൻ രാഷ്ട്രത്തിന് സൈന്യങ്ങളില്ല. പക്ഷേ പോപ്പിനെക്കുറിച്ച് എല്ലാവരും പറയുക, അദ്ദേഹം സൈന്യങ്ങളില്ലാത്ത രാജ്യത്തിൻ്റെ തലവനാണെങ്കിൽ പോലും 140 കോടി കത്തോലിക്കരാണ് അദ്ദേഹത്തിൻ്റെ പടയാളികൾ എന്നാണ് ആലങ്കാരികമായി ഈ പോപ്പിനെക്കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുക. ഈ 140 കോടി കത്തോലിക്കർ അദ്ദേഹത്തിൻ്റെ തീട്ടൂരം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അദ്ദേഹം പോപ്പിനെ അംഗീകരിക്കാത്ത ഒരാൾ കത്തോലിക്ക സഭയിൽ തുടരാൻ അർഹനല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 140 കോടി കത്തോലിക്കരുടെ കമാൻഡർ ഇൻ ചീഫാണ്, വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹം ഇറ്റലിയിലെ റോമ അതിരൂപത